ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അടിപൊളി പരിപ്പുവടയാണ് കേട്ടോ. നമ്മൾ ചെറിയ കടകളൊക്കെ കയറിയാണ് നല്ല മൊരിഞ്ഞ പരിപ്പുവട, നല്ല ചൂട് ചായം കഴിക്കാറില്ലേ, അതിപ്പോൾ തന്നെ അടിപൊളി മൊരിഞ്ഞ പരിപ്പുവടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കടലപ്പരിപ്പാണ് വേണ്ടത്. ഒരു കപ്പ് കടലപ്പരിപ്പ് ഞാൻ ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് പൊതിർത്തിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ആ കടലപ്പരിപ്പ് ഒന്ന് പൊതിർത്തി കിട്ടിയാൽ നമ്മുടെ ഈ പരിപ്പടക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് ഒരു 4 വറ്റൽമുളക് ചേർത്ത് മിക്സിനെ ജാറിലിട്ട് നമുക്ക് നല്ല തരിതരിപ്പായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല തരിതരിപ്പായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചക്കറികൾ വേണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരൊറ്റ വലിയ സവോള ആണെങ്കിൽ ഒരൊറ്റ വലിയ സവോള, പിന്നെ പച്ചമുളക്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി. ഈ 5 സാധനം ഇട്ടിട്ട് ഇതുപോലെ തന്നെ വെള്ളം കൂട്ടാതെ നമുക്ക് തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കണം. അത് നമ്മൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിന് പുറമായിട്ട് നമുക്ക് ഒരൊറ്റ ചെറിയ വലിയുള്ളി ഇതേപോലെ തന്നെ നമ്മൾ കൊത്തി അരിഞ്ഞതും അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊന്ന് മൊരിഞ്ഞ് പരിപ്പടിയൊക്കെ നല്ല മൊരിഞ്ഞ് വരുമ്പോൾ ഈ ഉള്ളി ഇടക്കിടക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് വലിയ ജീരകം പൊടിച്ചതാണ്. വലിയ ജീരകത്തിന് പൊടി ഇല്ലെങ്കിൽ നമുക്ക് വലിയ ജീരകം നമ്മൾ കടലപ്പരിപ്പ് ആദ്യം അരച്ചെടുത്തല്ലോ, ആ സമയത്ത് നമുക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. എല്ലായിടത്തും ഒന്ന് ആവണ രീതിയിൽ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം ഒന്ന് കുഴച്ച് എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയെടുത്തേക്കണേ. ഇനി നമുക്ക് ഇഷ്ടം വലിയ പരിപ്പുവടയാണെങ്കിൽ വലിയ പരിപ്പുവട, അതേപോലെ ചെറിയ പരിപ്പടി ഉണ്ട്, അതേപോലെ ചെറിയ പരിപ്പുവടയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതേപോലെ ഉരുളൊട്ടി ഒന്ന് അമർത്തി എടുത്താൽ ഏത് ഷേപ്പാണ് നമുക്ക് വേണ്ടത്, വലുതാണെങ്കിൽ വലുത്, ചെറുതാണെങ്കിൽ ചെറുത് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം നല്ലോണം നമുക്ക് വറുക്കാൻ എണ്ണ നല്ലോണം ചൂടായിക്കണേ. നല്ലോണം ചൂടായതിന് ശേഷം ഇത് ഇടാൻ സമയത്ത് പറ്റ തീ കുറയ്ക്കുക. അതിന് ശേഷം നമ്മൾ പരിപ്പുവട ഉണ്ടാക്കി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ വേണം നമ്മളെ പരിപ്പുവട ഒന്ന് തിരിച്ചു മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആക്കി എടുക്കാൻ. പക്ഷെ നല്ല വലിയ തീയിലാണ് നമ്മൾ പരിപ്പുവട മൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് ഉണ്ടാകും, പെട്ടെന്ന് തന്നെ മൊരിച്ചിൽ പോകും. കാരണം ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉള്ളത്തെ തണുപ്പൊക്കെ പുറത്തേക്ക് വന്നതിന് ശേഷം ആ മൊരിച്ചിലൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ അത് ഉണ്ടാകാതെ വെക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് അതിനെ നല്ലോണം മൊരിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നല്ലോണം മൊരിഞ്ഞിക്കണം, നമ്മൾ കുഞ്ഞും പരിപ്പുവട നല്ലോണം മൊരിഞ്ഞിക്കണം. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് വാങ്ങിയെടുക്കാം കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി വലിയ ഉരുളകളാക്കി പരത്താണെങ്കിൽ നമുക്ക് വലിയ പരിപ്പുവട ഉണ്ടാക്കിയെടുത്താൽ ഏത് പരിപ്പുവടയാണെങ്കിലും ഈ കൂട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പരിപ്പുവട നല്ല ടേസ്റ്റ് തന്നെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതും ഉണ്ടാക്കിക്കണേ, വലിയ പരിപ്പുവട ഉണ്ടാക്കിക്കണേ. അപ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് വലിയ ഉരുളാക്കിയിട്ട് ഇതേപോലെ പരത്തിയപ്പോൾ നമുക്ക് വലിയ പരിപ്പുവടയും കിട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ ആദ്യം തീ കൂട്ടുക, പിന്നെ ഇത് ഇടാൻ സമയത്ത് തീ പറ്റ കുറച്ച് ശേഷം ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചു മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ നിറാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ വലുതും ചെറുതായിട്ടുള്ള പരിപ്പുവട ഫുള്ളായിട്ടൊന്നും ഇവിടെ ഉണ്ടാക്കി എടുത്തേക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിൽ പരിപ്പുവട തന്നെയാണിത്. ചെറിയ കടയിലൊക്കെ പോയി കഴിക്കുമ്പോൾ എനിക്ക് പരിപ്പുവട ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഇതുപോലെ തന്നെ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പുവട ഉണ്ടാക്കാനും അതേപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂലേ. അപ്പോൾ ഞാൻ ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഇനിയും വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.